കാട്ടാന ആക്രമണത്തിൽ മലയാളി മരിച്ചു. കർണാടക ചിക്കമംഗളൂരു നരസിംഹരാജയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കാലടി സ്വദേശിയായ കെ ഏലിയാസ് ആണ് മരിച്ചത്. മേയാൻ വിട്ട പോത്തിനെ അന്വേഷിച്ച് മകനൊപ്പം വീടിനോട് ചേർന്നുള്ള വനത്തിലെത്തിയപ്പോഴാണ് കാട്ടാന ആക്രമിച്ചത്. മൃതദേഹം ഇപ്പോൾ നരസിംഹരാജ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നരസിംഹരാജ താലൂക്കിൽ ഒരു മാസത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് ഏലിയാസ്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, പറയൂ. ആര്യ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായത്. അതായത് ഏലിയാസും മകനും മേയാൻ വിട്ട കാലികളെ നോക്കി പോവുകയായിരുന്നു. ഈ സമയം ഇത് വനപ്രദേശത്തേക്ക് കയറിയിട്ടുണ്ടോ എന്ന സംശയത്തിൽ കാടിനുള്ളിലേക്ക് ഇവർ കയറി പരിശോധിച്ചു. ഈ സമയത്താണ് ഒരു കാട്ടാന ആക്രമണം ഉണ്ടായത്. ഏതായാലും മകൻ ഓടി രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തിന് 74 വയസ്സുണ്ട്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനായില്ല. തുടർന്ന് കാട്ടാന ഇദ്ദേഹത്തെ ചവിട്ടി കൊല്ലുകയായിരുന്നു. ഏതായാലും ഈ എന്നാർപുര താലൂക്ക് മേഖലയിൽ ഏതാണ്ട് പല ഭാഗത്തായിട്ട് വന്യമൃഗ ശല്യം കൂടുതലാണ്. ഒരാഴ്ച മുൻപും ക്ഷമിക്കണം, ഈ ഒരു മാസത്തിനിടെ ഇത് രണ്ടാമത്തെ സംഭവമാണ് നടക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി ഇതേപോലെ ഈ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ ഈ നരസിംഹരാജപുര എന്നുള്ളത് മലയാളികൾ ഏറെയുള്ള വിവരങ്ങൾ നൽകിയത്.